ഒരുപാട് ചതിക്കുഴികൾ നിറഞ്ഞൊരു മേഖലയാണ് സിനിമ. മറ്റുള്ളവരെ വിശ്വസിച്ച് ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം. ഞാൻ നിന്നെ ഉപദേശിക്കാണെന്ന് കരുതരുത്. നിന്നെ പോലെ ഒരു പാവത്തിനെ പറ്റിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. സിനിമ ഷൂട്ടിംഗ് എന്ന് കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തി എന്നെ ഇങ്ങനെ ട്രാപ്പിലാക്കിയതുകൊണ്ട് അവർക്ക് എന്ത് ഗുണമുണ്ടായത്? തെറ്റുപറ്റിപ്പോയത് എനിക്കാ. ഞാൻ സൂക്ഷിക്കണമായിരുന്നു. നീ ആരെയും വിളിക്കാൻ ശ്രമിക്കുന്നത്? അച്ഛനെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിളിക്കാതെ വന്നപ്പോ നന്നായി ടെൻഷൻ അടിച്ചു കാണും. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛനോട് തുറന്നു പറയാൻ പോവാ. അല്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടില്ല. നീ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നേ? ഇതൊന്നും ഒരിക്കലും വീട്ടിൽ ആരെയും അറിയിക്കരുത്. ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടെ വന്ന് നിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയത് എന്തിനാ? നിനക്ക് സംഭവിച്ച നാണക്കേടെ ഇരു ചെവി അറിയാതെ ഒതുക്കി തീർക്കാനാ. നിധിച്ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരം ഞാൻ മരിച്ചാലും മറക്കില്ല. നടന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞ നാളെ പിറ്റേന്ന് പിന്നെ അവര് നിന്നെ അഭിനയിക്കാൻ വിടുവോ? നിന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിയില്ലേ? നമ്മളിപ്പോ ഈ രാത്രി എങ്ങോട്ടാ പോകുന്നത്? എന്റെ വീട്ടിലേക്ക്. അല്ലാതെ പിന്നെ എങ്ങോട്ടാ? ഈ പാതിരാത്രിക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരോട് എന്ത് പറയും? ഞാൻ പിന്നെ ഈ രാത്രി എങ്ങോട്ട് പോവും? നിന്റെ കൂട്ടുകാരികൾ താമസിക്കുന്ന ഹോസ്റ്റലോ വീടോ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? നേരെ ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഞാൻ അവരൊക്കെ എങ്ങനെയാ വിളിക്കുക? ഒരു മിനിറ്റ്, ഞാൻ ഒരാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇന്ന് രാത്രി നിനക്ക് സുരക്ഷിതമായിട്ട് തങ്ങാനുള്ളൊരു സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രാത്രി ഞാൻ ഈ ഹോട്ടലിലാണോ താമസിക്കാൻ പോകുന്നത്? അതിനെന്താ കുഴപ്പം? കഴിഞ്ഞ ദിവസം ഇതുപോലൊരു ഹോട്ടലിൽ താമസിച്ചതിന്റെ പേരില ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. എനിക്ക് പേടിയാ നിതീഷേട്ടാ. കഴിഞ്ഞ ദിവസം ആ പ്രൊഡക്ഷൻ കൺട്രോളർ നിന്നെ കൊണ്ട് താമസിച്ച പോലെയുള്ള ഒരു ഹോട്ടലല്ല ഇത്. ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള സ്റ്റാർ റേറ്റഡ് ഹോട്ടലാ. ഇവിടെ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരാളും നിന്നെ ഉപദ്രവിക്കില്ല. സത്യമായിട്ടും എനിക്ക് പേടിയായതുകൊണ്ടാ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? എന്റെ സുമതിയുടെ അനിയത്തിയെ ഞാൻ കുഴിക്കൊണ്ട് ചെന്ന് ചാടിക്കോ? ഇന്ന് രാത്രിയിൽ നിന്നെ സുരക്ഷിതമായ ഒരിടത്ത് താമസിപ്പിച്ച് നാളെ രാവിലെ വീട്ടിലെത്തിക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തം, എന്റെ കടമയാ. ഞാനതേ ചെയ്യുന്നുള്ളൂ. നിതീഷേട്ടന് എനിക്ക് വിശ്വാസമാണ്. പക്ഷെ ഹോട്ടൽ റൂം എന്നൊക്കെ പറയുമ്പോ ഒരു പക്ഷയുമില്ല. നീ ധൈര്യമായിട്ട് വാ, ഞാനില്ലേ കൂടെ. വാ. ഞങ്ങൾക്ക് വേണ്ടി ഒരു സ്യൂട്ട് റൂം ബുക്ക് ചെയ്തിരുന്നു. രാജാ സാർ പറഞ്ഞ ബുക്കിംഗ് ആണോ? മിസ്റ്റർ നിതീഷ നന്ദിത? അതെ. ഈ ലഗേജ് എടുത്തോളൂ. അപ്പോ ഈ രാത്രി ഞാൻ നിതീഷേട്ടന്റെ കൂടെയാണോ താമസിക്കേണ്ടത്?
സാർ കുടിക്കാൻ ചായയോ കാപ്പിയോ? നോ താങ്ക്സ്. താങ്ക് യു സാർ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിന്റെ പേടി ഇതുവരെ മാറിയില്ലേ? ഈ കോറിഡോറിൽ വെറുതെ നിൽക്കാതെ അകത്തേക്ക് വാ. കേറി വാ. വാ. ഇരുന്നോ. സംഭവിച്ചതെല്ലാം ഒരു ദുസ്വപ്നമായിട്ട് നീ മറക്കണം. നീ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുമില്ല, നിന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല. സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. അത് എന്റെ വായിന്ന് പുറത്തു പോയാലല്ലേ പ്രശ്നമുള്ളൂ. ഞാനെങ്ങനെ പറയുമെന്ന് നന്ദിതയ്ക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയാൽ തീരുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ നന്ദിതയ്ക്കുള്ളൂ. ഒന്ന് ഫ്രഷായിട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ തൊട്ടപ്പുറത്ത് വേറൊരു മുറി എടുത്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാം. പിന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ തൊട്ടപ്പുറത്തെ മുറിയിൽ കാണും. പോട്ടെ. നിതീഷ് ചേട്ടാ. എന്തു പറ്റിയാ നിത? എനിക്ക് നിതീഷ് ചേട്ടനോടൊരു അപേക്ഷയുണ്ട്. ഇന്ന് നടന്ന കാര്യങ്ങളൊന്നും ഗിരിയേട്ടനും സുമിതേശി അറിയരുത്. ഞാൻ എന്റെ അച്ഛനും അമ്മയെക്കാളും ബഹുമാനിക്കുന്ന ഒരാളെ സുമിതേച്ചി. ഇതൊക്കെ സുമിതേച്ചി അറിഞ്ഞാ പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരിക്കലും ഗിരിയേട്ടനും സുമിതേച്ചി ഇതറിയാൻ പാടില്ല. സിനിമയിൽ അഭിനയിച്ച് വലിയ ഉയരങ്ങൾ കീഴടക്കണമെന്ന് മോഹമായി ജീവിക്കുന്ന ഒരാളാ ഞാൻ. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയതിന്റെ പേരിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് അവരറിഞ്ഞ അതോടെ തീരും എന്റെ അഭിനയ സ്വപ്നങ്ങളെല്ലാം. നന്ദിതയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഞാൻ കാരണം തകർന്നു പോവില്ല. ഈ രഹസ്യം നമ്മൾ രണ്ടുപേർക്കിടയിൽ മാത്രം നിൽക്കും, ഒരിക്കലും പുറത്തു പോവില്ല. അത് എന്റെ ഉറപ്പാ. നിതീഷ് ചേട്ടനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. ആ, നേരെ ഒരുപാടായി. വാതിൽ കുറ്റിയിട്ട് കിടക്കാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ. നന്ദിത, ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതം നിയന്ത്രിക്കുന്നത് എന്റെ കയ്യിലുള്ള രഹസ്യങ്ങളായിരിക്കും. മതി മതി മതി. മതിയാ? ആ, എടുത്തടി. Cheers. വരണം സാറേ, വരണം. ഞങ്ങളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ. സാറിന് ഇനി രാവിലെ നോക്കിയാൽ മതിയെന്നാ ഈ അജിയണ്ണം പറഞ്ഞേ. ഒരെണ്ണം സാറിന് പറ. എന്നാലും ആ പെണ്ണിനെ അപ്പുറത്ത് കൊണ്ടിരുത്തിയിട്ട് സാർ ഇത്ര പെട്ടെന്ന് ഇപ്പുറത്ത് വരുമെന്ന് സത്യമായിട്ട് ഞാൻ വിചാരിച്ചു. സാർ. ആ, അപ്പൊ ചിയേഴ്സ്. ചിയേഴ്സ്. പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടന്നേന്. അല്ല, അവളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതുകൊണ്ട് മാത്രം പ്ലാൻ സക്സസ് ആവുന്നത് എങ്ങനെയാ സാറേ? സാറ് വേഗം 2 കൂടി അടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നോക്കും. ഇല്ലേ പെണ്ണ് കിടന്ന് ഉറങ്ങിപ്പോകും. ഉറങ്ങിക്കോട്ടറ പാവം. എന്നാലും സാറിന് സമ്മതിക്കണം.
ഇങ്ങനെ ഒരുത്തിയുടെ കൂടെ ഒത്തു കിട്ടിയിട്ട് അല്ലേ അണ്ണ? നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അല്ലടാ ഈ നിതീഷ് നമ്പ്യാർ ചിന്തിക്കുന്നേ. ഇരയെ നിസ്സഹായതയുടെ വക്കിൽ കൊണ്ട് എത്തിച്ചിട്ട് കീഴ്പ്പെടുത്തുന്ന ഒരു സാധാരണ മൃഗമല്ല ഞാൻ. അതിലെന്തോന്ന് ത്രില്ലിരിക്കുന്നു. എന്റെ ഇര ഞാൻ വിരിച്ച വല തേടി വരും, അതിൽ സ്വയം കുരുങ്ങും. അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ദാറ്റ് കൈൻഡ് ഓഫ് ബീസ്റ്റ് ഐ ആം. എടാ, ഒരു പെണ്ണ് പൂർണ്ണ മനസ്സോടെ നമ്മളോട് അടുത്ത് വരുമ്പോ അതിന്റെ സുഖമൊന്ന് വേറെ തന്നെയാ. അതറിയണമെങ്കിൽ ഇന്ന് ഞാൻ ചെയ്തതുപോലെ അവളുടെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്തുകൾ പാകി ക്ഷമയോടെ കാത്തിരിക്കണം. അതൊട്ടും വൈകാതെ തന്നെ നാം വിട്ട് തളിർത്ത് വളർന്ന് പ്രണയം പൂക്കുന്ന ഒരു മരമായിട്ട് മാറും. ഞാനൊന്നും ആവശ്യപ്പെടാതെ അവള് സർവ്വതും എനിക്ക് തരും. ഒന്നല്ല, പലവട്ടം. എനിക്ക് അവളെ മടുക്കുവോളം എനിക്കതാണ് വേണ്ടത്. അത് മതി. अच्छा 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 अच्छा. പേഷ്യന്റിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ കേറി കാണാം. കരടി ഒരു ദിവസം ഒരു 10-100 ഗുളിക തിന്നും. ആ അങ്ങനെ ഗുളിക തിന്ന് നമ്മളെ തക്കുടന്റെ പേരിപ്പോ ഗുളികനാക്കി. നിനക്കറിയോ ഗുളികൻ നമ്പ്യാർ? സുമി സുമി സുമി
ഇങ്ങനെ പറയുമെന്ന് നന്ദിതയ്ക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയ തീരുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ നന്ദിതയ്ക്കുള്ളൂ. ഒന്ന് ഫ്രഷ് ആയിട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്കാം. ദൈവമേ, 10 മണി കഴിഞ്ഞല്ലോ. വല്ലാതെ ഉറങ്ങിപ്പോയല്ലോ. നിതീഷേട്ടനും വിളിച്ചില്ലല്ലോ. ഞാൻ തൊട്ടപ്പുറത്ത് വേറൊരു മുറി എടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാം. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ തൊട്ടപ്പുറത്തെ മുറിയിൽ കാണും. നിതീഷേട്ടാ, 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 മണി 10 കഴിഞ്ഞു. അയ്യോ നന്ദിത, എന്താ എന്താ പറ്റിയേ? അയ്യോ ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. എവറിത്തിങ് ഈസ് ഫൈൻ. പെട്ടെന്ന് താനിങ്ങനെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് വിളിച്ചുണർത്തിയപ്പോ ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ചതാ. എന്തൊരു ഉറക്കായിരുന്നു ഇത്, അറിയുന്നേ ഉണ്ടായിരുന്നില്ല. അതാ പിന്നെ കുലുക്കി വിളിച്ചത്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. രാവിലെ എപ്പോഴോ ഉറങ്ങിപ്പോയത്. ഇവിടെ ഇരുന്നാണോ ഉറങ്ങിയത്? വേറെ റൂം എടുത്തെന്ന് പറഞ്ഞിട്ട്? അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ മുറിക്കകത്ത് പോയി വാതിലടച്ച് കിടന്ന് പോത്തുപോലെ കിടന്നുറങ്ങാൻ എനിക്കെന്തോ മനസ്സ് വന്നില്ല. താൻ വല്ലാതെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയി കിടന്നുറങ്ങാൻ എനിക്ക് തോന്നിയില്ല. അതാ പിന്നെ. അപ്പോ രാത്രി മുഴുവൻ നിതീഷേട്ട ഉറങ്ങാതെ കാവലിരിക്കായിരുന്നോ? എന്നാ പിന്നെ ചെന്നെല്ലാം പാക്ക് ചെയ്ത് വേഗം റെഡിയായി ഇറങ്ങിക്കോ. വീട്ടിൽ പോണ്ടേ? വീടെത്തി ഇറങ്ങുന്നില്ലേ? എനിക്ക് വീട്ടിലോട്ട് കയറി ചെല്ലാനുള്ള ധൈര്യം വരുന്നില്ല. അതിനു മാത്രമൊന്നും സംഭവിച്ചില്ലല്ലോ. നന്ദിത ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞ അവിടെ എന്ത് സംഭവിച്ചില്ല എന്നൊന്നും ആരും ചിന്തിക്കില്ല. ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ മോശപ്പെട്ട പെണ്ണായി മാറും. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല നന്ദിത. എന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് പത്രങ്ങളുടെയും ചാനലുകളുടെ ഒക്കെ വായ ഞാൻ മൂടിക്കെട്ടിയിട്ടുണ്ട്. നിതീഷേട്ടനില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വീട്ടിലേക്ക് മടങ്ങി വരില്ലായിരുന്നു.